നമസ്കാരം. ഇലക്ഷനും കഴിഞ്ഞു, റിസൾട്ടും വന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും പരാജയപ്പെട്ടു. എന്നാൽ എന്നെ അതിശയപ്പെടുത്തിയത് അതല്ല. പരാജയത്തിന് ശേഷം മമതാ ബാനർജി ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു: ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല. എന്നാൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷവും നിലവിലെ മുഖ്യമന്ത്രി രാജിവെക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ലീഗൽ കോൺസിക്വൻസസുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആർട്ടിക്കിൾ 164 ക്ലോസ് 2 കൃത്യമായി പറയുന്നുണ്ട്, മന്ത്രിസഭ എപ്പോഴും നിയമസഭയുമായി കലക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിലവിലുള്ള നിയമസഭയിലെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവാൻ പാടുള്ളതല്ല. എന്നാൽ ഗവർണർക്ക് ഈ മന്ത്രിസഭയുടെ ഭൂരിപക്ഷത്തിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ മന്ത്രിസഭയോട് ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെടാം. ഫ്ലോർ ടെസ്റ്റ് നടത്തി മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നിയമസഭയിലെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടാൽ ഗവർണർക്ക് മന്ത്രിസഭ പിരിച്ചുവിടാം. അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാം. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നിലവിലുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായി പറയുന്നു. സുപ്രീം കോടതി SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ഇതേ ഫ്ലോർ ടെസ്റ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ഗവർണർക്ക് സുപ്രീം കോടതിയോടും ശുപാർശ ചെയ്യാം.